ഇന്ന് കേരളത്തിൽ എല്ലാ ഭക്തജനങ്ങളെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ശബരിമലയിൽ നടക്കുന്ന ഈ സ്വർണ്ണക്കൊള്ള, ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഗവൺമെൻറ് കൊള്ളക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. ആ സ്വർണ്ണക്കൊള്ള നടത്തുന്ന ആളുകൾ സ്വൈരവിഹാരം നടത്തുന്നു. അവരെ ആരെ അറസ്റ്റ് ചെയ്യുന്നില്ല, അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല. അപ്പോൾ ശബരിമലയിലെ ഭക്തജനങ്ങൾ സമർപ്പിച്ച സ്വർണവും വിലപിടിപ്പുള്ള വസ്തുക്കളും കൊള്ളയടിച്ച ആളുകളെ ഗവൺമെൻറ് എന്തിനാണ് സംരക്ഷിക്കുന്നത്? മുഖ്യമന്ത്രി അത് മറുപടി പറയണം. എന്തിന് സംരക്ഷിക്കണം? ആ ഒരു ഭാഗത്ത് അന്വേഷണം നടക്കുമ്പോൾ തന്നെ കാരണം ഈ തെളിവുകൾ ഇവരും കൂടി ചേർന്ന് നശിപ്പിക്കും. ഒന്നാം പ്രതിയും എത്ര പ്രതികളുണ്ട്? ഒന്നാം പ്രതി മുതൽ 10 പ്രതികളുണ്ടെന്നാണ്, 10-ലേറെ പ്രതികളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടവരെ അറസ്റ്റ് ചെയ്യണം, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഭക്തജനങ്ങളുടെ വികാരം വ്രണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് KPCC ഇന്ന് വിശ്വാസ സംരക്ഷണ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഇമ്പാക്റ്റാണ് സംരക്ഷണ യാത്രയ്ക്ക് ഉള്ളത്. RSS ശാഖയിൽ പീഡനമേറ്റുവെന്ന് വെളിപ്പെടുത്തിയ യുവാവ് ജീവനൊടുക്കിയ സംഭവം, അതിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഞാനതിന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒരു ചെറുപ്പക്കാരൻ വീഡിയോയിലൂടെ പറയുകയാണ് തനിക്ക് നേരിടേണ്ടി വന്ന ദുരന്ത അനുഭവം. അത് നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചതാണ്. RSS ക്യാമ്പുകളിൽ നടക്കുന്ന ഇത്തരം മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അന്വേഷണം വേണം. ഇത് ചെയ്ത ആളുകളെ പോലീസ് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.